ഈ ഒരു തലവേന വന്നിട്ടുണ്ട്. അത് സാറിനുള്ളതാണല്ലോ. അതല്ലടോ, മേളിൽ നിന്നൊരു തലവേന വന്നിട്ടുണ്ടെന്ന്. രണ്ടാളും ഒരു സർവേക്ക് പോണം. എന്താ സർവേ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കണം ആ വാക്ക്? അല്ല സാറേ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇതുവരെ അങ്ങനെ പശുവിന്റെയും കോഴിയുടെ ഒന്നും കണക്കെടുക്കാനായിട്ട് ഇറങ്ങലില്ലല്ലോ. ഇത് കന്നുകാലി സർവേ ഒന്നുമല്ല. സാറേ, ഈ നമ്മുടെ പരോളിൽ ഇറങ്ങിയിട്ട് തിരിച്ച് ജയിലിൽ വരാത്തവരാ? ഒന്നും അല്ലടോ. ഞാൻ ഇനി ഒരു കാര്യം ചോദിച്ചാ സത്യസന്ധമായിട്ടൊരു മറുപടി പറയണം. നമ്മുടെ സർക്കാരിന്റെ ഇപ്പോഴത്തെ ഭരണത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? സത്യസന്ധമായിട്ട് പറയുക. ഇതിപ്പോ നമുക്ക് ഡിപ്പാർട്ട്മെന്റിൽ ജോലിഭാരം കൂടുതലാണ്. പിന്നെ ആവശ്യാനുസരണമുള്ള സേന നമുക്കില്ല. പല ആൾക്കാരും ഈ ടെൻഷൻ കാരണം ആത്മഹത്യ വരെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കുറവുകളും പോരായ്മകളും ആണല്ലോ നിങ്ങളിപ്പോ പറഞ്ഞത്. ഇതുപോലെ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളിലും അവർക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, അവർക്ക് പറയാൻ അഭിപ്രായങ്ങൾ ഉണ്ടാകും. അതിനെക്കുറിച്ചൊരു സർവേ എടുക്കുകയാണ് വേണ്ടത്. മനസ്സിലായോ? അതായത് ഇപ്പോ നമ്മൾ ഈ ഉദ്യോഗസ്ഥരെ മാത്രമല്ല, നമ്മുടെ ഈ ഡ്രൈവർമാര്, ഈ മറ്റു തൊഴിലാളികള്, സ്കൂൾ പിള്ളേര്, കോളേജ് പിള്ളേര്, അങ്ങനെ സമൂഹത്തിന്റെ സമസ്ത മേഖലയിലും ഉള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് സർക്കാരിന്റെ പ്രതിച്ഛായയെ കുറിച്ച് സത്യസന്ധമായും വ്യക്തമായുള്ള ഒരു അഭിപ്രായം ശേഖരിക്കാം. സാറേ, ഇപ്പൊ നമ്മള് ചോദിച്ചാൽ അവര് സത്യം പറയും. ഇപ്പൊ ഭരണപക്ഷത്തുള്ളവരോട് ചോദിച്ചാൽ അവർ അനുകൂലമായിട്ട് പറയും, പ്രതിപക്ഷം എതിർക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് സത്യസന്ധമായ ഒരു അഭിപ്രായം കിട്ടും. രഹസ്യ പോലീസ് ഡിപ്പാർട്ട്മെന്റിലല്ലേ ജോലി ചെയ്യണത്? കുറച്ച് ബുദ്ധി നിങ്ങൾ അവിടെ നിന്ന് ഉപയോഗിക്കുക, കോമൺ സെൻസ് ഉപയോഗിക്കുക. നിങ്ങൾ ഒരു വെള്ള പേപ്പറും കൊണ്ട് പേനയും കൊണ്ടുപോയിട്ട് അഭിപ്രായം എഴുതി ചോദിക്കുക അല്ല വേണ്ടത്. അവിടെയാണ് നിങ്ങൾ ബ്രില്യൻസ് ഉപയോഗിക്കേണ്ടത്. കൃത്യമായിട്ട് ജനങ്ങളുടെ വായിൽ നിന്ന് കറക്റ്റ് സാധനം കിട്ടുന്ന എന്താണോ അതാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ജനുവരി 31 മുമ്പ് സമർപ്പിക്കണം റിപ്പോർട്ട്. അപ്പൊ രണ്ടാളും ഒന്ന് തന്നെ അതിനൊക്കെ ഇറങ്ങിക്കും കേട്ടോ. ശരി. എന്തോ പ്രതീക്ഷ. ഒരു ചായക്ക് പറയാം. നല്ല ഫ്ലൈയിങ് ആണ് സാറേ. ഈ ബീവറേജിന്റെ ഒരു പൊതു അവസ്ഥയെ കുറിച്ച് ഇയാളോട് ചോദിച്ചറിയാൻ പറ്റും. നല്ല മൂടാണ് ആള് ഫുൾ വിറ്റാണ്. ആ ചങ്ങായി ഇനി കണ്ണു കണ്ടൊക്കെ പറഞ്ഞേക്ക് പ്രാന്ത് ഞാൻ എന്തെങ്കിലും പറയും ചെയ്യും. വേണ്ട സാറേ, കുടിച്ചവര് സത്യമോ പറയുള്ളൂ. എന്താണെന്ന് നോക്കാല്ല, റിപ്പോർട്ടിന് ഒരു ശക്തി ഉണ്ടാവേ. ചോദിച്ചോക്ക്. ചേട്ടാ എന്തേ, എന്തിനാ നിലത്ത് കിടക്കണ? ഇവിടെ ഇരുന്നൂടെ? ഇവിടെ കേറി ഇരുന്നൂടെ? ചേട്ടാ അവിടെ ഇരുന്നോ, അങ്ങോട്ട് ഇരുന്നോ. ഒറ്റക്കമ്പീനാഥം കേൾക്കും വീണാഗാനം. ഈ ഒറ്റക്കമ്പിയില് ഈ ഡബിൾ കമ്പി എങ്ങനെ ചേരും? അതെ, അതാ പാട്ട്. ഇതിന് വില കൂട്ടിയെന്ന് കേട്ടല്ല. അപ്പൊ എന്താണ് അഭിപ്രായം അതിന്റെ? സർക്കാരിനെ കുറിച്ച് എന്താ അഭിപ്രായം? അരിക്ക് വില കൂട്ടുമ്പോ നിൽക്കുന്ന അഭിപ്രായം ഒറ്റ കാര്യം എനിക്ക് പറയാമല്ലോ, എല്ലാ മനുഷ്യരും നമ്മൾ തുല്യരായി കാണും. അല്ലപ്പോ സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താന്നാ ചോദിച്ചത്? നല്ല ഭരണം. കാരണം കറക്റ്റല്ലേ? ഇന്നലെ ഞാന് എന്റെ വീട്ടിലേക്ക് പോന്ന് ഒരു 6 പെഗടിച്ചു. വന്നാലും ഞാൻ നടക്കും. അങ്ങനെ നടന്ന് പോകുമ്പോ ഒരു ജീപ്പ് പോലീസ് ജീപ്പ് എന്റെ മുമ്പില്. വാ, എന്റെ അടുത്തേക്ക് വാ. കറക്റ്റാ. നിങ്ങള് പോലീസാ? അല്ലല്ലോ. അല്ല പറഞ്ഞോ. എന്നോട് ചോദിച്ചു മദ്യപിച്ചിനോന്ന്. എനക്ക് വേണം കള് പറയാ. കണ്ടറിയില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു മദ്യപിച്ചിട്ട് സാറേന്ന് ഞാൻ പറഞ്ഞു. വണ്ടി കയറാൻ പറഞ്ഞു. ഞാൻ വണ്ടി എന്നെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലേക്ക്. ആടെ സിറ്റ് ഔട്ടിൽ ആ ഉമ്മർത്തിരിക്കാൻ പറഞ്ഞു. ഞാൻ കടന്നു. ഒരു പ്രശ്നമില്ല.
രാവിലെ എണീച്ചു നിന്നു. അപ്പൊ സാറ് മുമ്പിലുണ്ട്. സാറേ, ഞാൻ എന്ത് തെറ്റാ ചെയ്ത് ഇവിടെ വന്നിട്ട്? എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നിനി? എടാ, നീ റോഡുമ്മലെ മുറിയത്തെ അങ്ങോട്ട് പോകുമ്പോ വണ്ടി വന്ന് നിന്നെ അടിച്ചാ നീ തെറിച്ച് നീ ചത്ത്. ആലോചിച്ച് നോക്കണം. എന്റെ ജീവനാ രക്ഷപ്പെടുത്തിയത്. ഇനി ഞാൻ എന്തൊക്കെ ചെയ്യണോ സാറേ? കേസാ? എന്ത് കേസ്? നിന്റെ വീട്ടിൽ പോയിക്കോ, എനിക്ക് നോർമൽ ആണല്ലോ എന്ന് സാറ് ചോദിച്ചു. അതാണ് ഈ ഭരണം. നേരെ മറിച്ച് മുമ്പാണെങ്കിലാ എന്റെ രക്തം, കഫം, മലം, മൂത്രം സകലമാന പരിശോധിച്ചിട്ട് എനക്ക് ഫൈന്, മറ്റേത് എന്തെല്ലാം കേസ്. പോണം ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക്. ഒരു കുഴപ്പമില്ല, ഹാപ്പിയാണ്. എന്ത് ഇപ്പൊ ഞാൻ ആദ്യം പോവും. ബാറ് എവിടെയാ ബാറില്ലാത്ത? എന്റെ വീട്ടിന്റെ മുറ്റത്ത് ബാറുണ്ട്, അറിയോ നിങ്ങക്ക്? ആടെ ഒരു ചളി വെള്ളം ഉണ്ടായി, കുറച്ച് ചളിയും കലപ്പും വെള്ളം. ആടെ വളച്ചു കെട്ടിയൊരു ബിയർ പാർല്. ആയിക്കോട്ടെ, പുള്ളന്മാരോ ഒന്ന് കുടിച്ചോട്ടെ. നല്ല കാര്യമായാലും ചെയ്യുന്നില്ലു, മോശമല്ലല്ലോ. വില കൂടുന്നതില് വേറെ എതിരൊന്നുമില്ല, നല്ലതാ ആണല്ലോ. നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ എനക്ക് തരാൻ പറഞ്ഞു. നമ്മളില്ല, വേറൊരു ദിവസം കൂടാ. ഇല്ലടക്ക് ഞാൻ മറ്റേ ഐസില്ലേ ഐശാനോട് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് തരാം. അല്ല അവള് വരുന്ന ഉറപ്പല്ലേ? എനിക്ക് തോന്നുന്നു ന്യൂ ജനറേഷൻ പിള്ളേരാ. സാറേ, അപ്പൊ ഈ വില കൂട്ടിയതൊന്നും കുടിക്കുന്ന ആളുകൾക്ക് വിഷയമില്ല കേട്ടാ. അവര് സർക്കാരിന്റെ ഒപ്പം ഉണ്ട്. അതെ അതെ. നിങ്ങള് വിദ്യാർത്ഥികളാണോ? ക്ലാസ്സിലെ ക്ലാസ്സിന്റെ ബസ് ബസ് പോയല്ലോ പറഞ്ഞു. അത് പ്രൈവറ്റ് അല്ല കേട്ടോ, നമ്മ KSRTC പോകണം. കൺസെഷനെ കൊടുത്തിട്ടുണ്ട്. കൺസെഷൻ ഉണ്ടാ? ബസ്സിന്റെ കാര്യം ഒന്നും പറയണ്ട കേട്ടാ. ആഴ്ചയിൽ ഒരെണ്ണം വന്നാലേ തന്നെ പകുതിക്ക് വെച്ച് നിൽക്കലാണ് പതിവ് ബസ്. ഞങ്ങൾ എന്ത് ചെയ്യാൻ? പോയിന്റ് ഇതിപ്പോ KSRTC പ്രൈവറ്റ് ബസ് നമ്മൾ ഒത്തുകളിയല്ലേ? ഒത്തുകളിയാ? അതെന്താ ഒത്തുകളി? അങ്ങനെയാണ് തോന്നുന്നത്. സ്റ്റുഡൻസിനെ കൂടി പരാതി കൊടുത്തൂടെ സമയത്ത് ബസ്സില്ല എന്ന് പറഞ്ഞിട്ട്? നമ്മളൊക്കെ പരാതി കൊടുത്തിട്ട് എന്താ കാര്യമില്ല, സർക്കാർ ശ്രദ്ധിക്കണില്ല, അതാണ് നിങ്ങളുടെ അഭിപ്രായം? പിന്നെ പോകാതിരിക്കാൻ പറ്റില്ലല്ലേ? എന്താണ്ട് ഇന്ന് പരിപാടി? ഇനി ക്ലാസ്സിൽ കയറാൻ പറ്റില്ലല്ലോ, സമയമില്ലേ? ഇപ്പൊ എന്തായാലും സിനിമയ്ക്ക് പോവാം. സിനിമയ്ക്ക് പോകല്ലേ? ആണോ? ഏതാ പടം? റൈഫിൾ ക്ലബ്ബാ. അതിന് അതില് എല്ലാവരും കൊല്ലണ്ടല്ലോ അല്ലേ? അത് നൈസാണ്. യൂത്തിന് അതാണല്ലോ സ്റ്റഡി പടല്ലേ? അതെ, അതാരെങ്കിലും അന്വേഷിച്ച് പിടിച്ച് ഇത് നമ്മൾ വർക്കിന് ഇറങ്ങിയിട്ട് പിന്നെ അവസാനം പടത്തിന് സിനിമ കയറി തിയേറ്ററിൽ കയറി സിനിമ കാണുമെന്ന് പറയില്ലേ? നമുക്ക് സിനിമാ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ എന്താണെന്നൊന്ന് അന്വേഷിക്കാൻ ചെന്നാന്ന് പറഞ്ഞാ പോരെ? അത് പോയിന്റ്. ആ കാര്യം പറഞ്ഞാണ് നീങ്ങാം അല്ലേ? അധികം ഷോ വേണ്ട, കിടന്നോ കിടന്നോ. ഹരിതവൃന്ദാവനം പ്രണയ സരോവര. നൗഷാദേ, എടാ ഈ ടൗണിൽ നിന്ന് വരുമ്പോഴേ വായക്കോല എടുക്കണോ? ഒരു നേന്ത്രക്കോലെ, ഒരു ഞാലിപ്പൂവിനും ഒരു റോബസ്റ്റും എടുത്തോണ്ടി. നമ്മളെ അമ്മക്കാന്റെ വീട് നിർത്താൻ മതി, പൈസ ഞാൻ കൊടുത്തോളാം കേട്ടോ. ശരി ചേട്ടാ, ഒരു ഹാൻസ് കൊണ്ട്. എന്താണ് ഹാൻസ് ഇല്ലേ? ഹാൻസ് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. ലഹരി വസ്തുക്കളൊന്നും ഞാൻ അവിടെ വെക്കില്ല, ജീവിച്ച് പൊയ്ക്കോട്ടെ. അതൊക്കെ ഭയങ്കര നിയമമാണ്, ഒന്നും അറിയില്ല നിങ്ങൾക്ക്. നിങ്ങൾ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ, ഇവിടുത്താരല്ലേ? നമ്മളെ ഒരു സ്ഥലക്കച്ചവടത്തിന്റെ ഭാഗമായിട്ടേ ഒരു ബ്രോക്കർ ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അയാളെ നോക്കി. ആരാ ബ്രോക്കർ? ആരാ ബ്രോക്കർ? മറ്റേ സുലൈമാൻ. മീൻ മടിക്കുവാണ് സുലൈമാനാ? അല്ല, വടുതലുള്ള. വടുതലുള്ളോ? ഈ പാലത്തിന്റെ ജംഗ്ഷനിൽ വന്ന് നിൽക്കാനാ പറഞ്ഞത്. ഇവിടെ ഒരു മീൻ വിൽക്കണ സുലൈമാൻ. പുള്ളി വന്നോളൂ. സോഡ കുടിക്കണത്. 2 സോഡ മതി. ഒരെണ്ണം മതി. എവിടെയാ സ്ഥലം? എവിടെയാന്ന് പറഞ്ഞോ? സ്ഥലം കൊണ്ടുപോയി കാണിച്ചു തരാന്നാ പറഞ്ഞത്. ശരി. രാഘവേട്ടാ, മുങ്ങി നടക്കുകയാണ് അല്ലേ?
കഴിഞ്ഞ ബുധനാഴ്ച 300 രൂപ ഇവിടെ കൊണ്ടുതരാന്ന് പറഞ്ഞ കടം പേടിക്കുമ്പോ നിങ്ങൾ അതല്ല പറഞ്ഞേ. അതെ, കച്ചവടം വളരെ മോശമാണ് ട്രോൾ ചെയ്ത് പോവുകയാണ് ഞാൻ. എനിക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല. പെൻഷൻ കിട്ടിയില്ലെങ്കിൽ അതിന് കിട്ടാൻ ഗഡുക്കളായിട്ട് കിട്ടുന്നേ. എന്ത് സർക്കാരാണ് രാഘവട്ട അത്? എന്ന് ഞാൻ അത് നിങ്ങളെ കിട്ടിയ പോലത്തെ ഒരു മനുഷ്യന് പെൻഷൻ തരാണ്ടാക്കാൻ അത് മാത്രം ഇപ്പൊ ഞാൻ പോയിട്ട് മടങ്ങി വരെയൊന്നും. ഇപ്പോൾ പോയിട്ട് വരിക. ഇല്ല, കുറച്ചു ദിവസം കഴിയണം പറഞ്ഞു. എവിടെ വർക്ക് ചെയ്യണത്? ഞാൻ KSRTC പിരിഞ്ഞാളാം. ഇതാണ് ഇപ്പൊ സ്ഥിതി. ഇവിടെ സർക്കാരിന്റെ അവസ്ഥ കണ്ടില്ല നിങ്ങള്? ഇതെങ്ങനെയാണ് പൈസ ഉണ്ടാണ് പെൻഷൻ കൊടുക്കാൻ? ഇവരൊക്കെ സർവീസിലുള്ള കാലത്ത് ആളുകൾ നിൽക്കുന്നിടത്ത് ബസ് നിർത്തൂലല്ലോ. അല്ല, അതുകൊണ്ടപ്പോ മൂപ്പർക്ക് പെൻഷൻ കൊടുക്കാത്ത? പെൻഷൻ കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ വരുമാനം വേണ്ടേ? അത് ശരി. അല്ല, സർക്കാർ പുതിയ ബസ് ഇറക്കണമെന്ന് കേട്ടല്ലോ, KSRTCയുടെ പുതിയ ബസ്സുകള്. അപ്പൊ വരുമാനം ആവൂലേ? ബസ് ഇറക്കിയിട്ട് ആ പുതിയ ബസ്സൊന്നും ഓടിക്കാനാവുന്നില്ല ഡ്രൈവർമാർ പറയുന്നു. അപകടം എപ്പോ അപകടത്തിൽ ഒന്ന് വിടുന്ന പറയുന്നത്. ബ്രേക്കില്ലേ? ബ്രേക്ക് ഇല്ലാത്തല്ല, വണ്ടിയാന്ന് പറയുന്നത്. അമ്മയ്ക്ക് വായു ഗുളിക വാങ്ങാൻ പോകുമെന്ന് തോന്നുന്നേ. ഒരു പോക്കാണ് ഈ ചെക്കൻ ഇങ്ങനെ പോണേനൊന്നും ഇവിടെ ഒരു കേസും ഇല്ല കേട്ടോ. ബോംബിട്ട പോലെ. ഓനക്ക് എങ്ങനെ പോയാലും പോലീസുകാർ പിടിക്കൂല. ഒരു ഹെൽമെറ്റ് ഇടാണ്ട് ഒരുത്തെങ്ങനെ എഞ്ഞു പോയാലും ഓനെ കൈ കാണിച്ച് നിർത്തി ഓന്റെ അടുത്തുള്ള പൈസ മുഴുവൻ പേടിച്ചിട്ടേ പോലീസുകാർ പോകും. ഇതാണ് ഇവിടുത്തെ നിയമം. പോലീസുകാർ ഇപ്പൊ എന്ത് ചെയ്യാനാ ചേട്ടാ? ഞാൻ അവന്റെ പുറകെ ഓടിച്ചിട്ട് പിന്നെ അവനെവിടെയും മൂക്കുമുത്തി വീണ് കഴിഞ്ഞാൽ പോലീസുകാർ അതിന്റെ പിന്നാലെ തൂങ്ങി തിരിഞ്ഞു നടക്കണം. പിന്നെ അവരുടെ നേരവും മുഴുവൻ അന്വേഷണം. അവൻ പോലീസുകാരില്ലേ? നിയമത്തിന്റെ കാര്യമൊന്നും പറയണ്ട. കൃത്യമായി പെൻഷൻ പറ്റിയവർക്ക് പെൻഷൻ കൊടുക്കണം നിയമം ഉണ്ടല്ലോ. KSRTC ഞങ്ങൾക്ക് തരുന്നുണ്ടോ കൃത്യമായിട്ട്? ഒരു KSRTC പിരിഞ്ഞ ഒരു മനുഷ്യൻ എപ്പോഴായിട്ടുണ്ടോ ഇന്നും നടക്കുക പെൻഷന്? അല്ല, ഈ KSRTC എപ്പോഴും ഞാൻ വിചാരിക്കാണ്ട് അതിൽ ആളില്ല. പിന്നെ എങ്ങനെ ഈ പെൻഷൻ കൊടുക്കല്? പ്രൈവറ്റ് ബസ് പറഞ്ഞാൽ അങ്ങോട്ട് പോവാ വെച്ചാൽ അതിൽ തിക്കും തിരക്കാണ് ആൾക്കാരുടെ. അതെന്താ അങ്ങനെ സംഭവിക്കണത്? അതൊന്നും ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവമായിരിക്കുന്നു. അങ്ങനെ എല്ലാറ്റിലും ബസ്സില്ല. തിരക്ക് കൂടിയ ബസ്സും ഉണ്ടല്ലോ KSRTC. അത് കാണില്ലല്ലോ. അല്ല അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ലാണ്. അങ്ങനെ ആളെ കയറ്റാറില്ല അല്ലെ? സ്റ്റോപ്പിൽ നിന്നൊന്നും ആളെ കയറ്റില്ല അല്ലെ? ആളെല്ലാം കയറ്റും, കയറ്റാണ്ട് തന്നെ. അയ്യോ, പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ ഈ പ്രൈവറ്റ് ബസ്സിലുള്ള ആൾക്കാര് അവർക്ക് കാശ് കിട്ടുന്ന അവര് നന്നായിട്ട് പണിയെടുക്കണോ? ഈ KSRTC ഇപ്പൊ ഇവര് എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥരാണല്ലോ. അപ്പൊ അതിലേക്ക് ആള് കയറിയാലും കയറിയില്ലെങ്കിലും ഇവർക്ക് കുഴപ്പമില്ല അല്ലെ? അല്ലാതെ ഒരു ദിവസം സ്റ്റിയറിംഗുമ്പോ മാറാമ്പല് പിടിച്ചിരുന്നിട്ട് അത് പൊട്ടിച്ച് അപ്പുറത്തോട്ട് ഒട്ടിച്ചു വെച്ചു, എന്നാലും തുടക്കൂല. ഇതൊന്നല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ വിഷയമോ. ഇയാൾക്ക് പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ള ആളത്തെ വിഷയം. അതിനെന്താ നിങ്ങൾ എന്തോ പറയാത്ത? നിങ്ങൾ അറിഞ്ഞ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടില് കള്ളം കയറിയില്ലേ? അവിടെ പോലീസ് വണ്ടി വന്നിരിക്കുന്നു അന്വേഷിക്കേ. പോലീസ് നായോ? ആണോ? അവിടെ മൊത്തം മണപ്പിച്ചോണ്ട് നടക്കുക. അത് ശരി. കള്ളനെ പിടിക്കുന്നാണ് തോന്നുന്നു കേട്ടാ. ആണല്ലേ? മുട്ടായിന്റെ പൈസ അത് തരാം, നിങ്ങളെ പട്ടിണി എഴുതിക്കോ. ഭരിക്കുന്ന പാർട്ടിയിലെ ആളല്ലേ പ്രസിഡന്റ്? രാഘവട്ടാ, നമ്മളാ വെള്ളം തോന്നണ ബലാദേട്ടല്ലേ? ബലാദേട്ടന്റെ വീട്ടിൽ ഇതേപോലെ കള്ളം കയറി ഒരു പട്ടിയുടെ തിരിഞ്ഞു നോക്കിനോ? തിരിഞ്ഞു നോക്കിനാടെ ഇല്ലേ? ഇതാണ് മരണോ? അപ്പൊ പോലീസിനെ പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസിൽ എണ്ണം കുറവാന്നിപ്പം, അംഗങ്ങൾ കുറവാന്ന്. ഇല്ല അംഗങ്ങൾ എങ്ങനെ മന്ത്രിമാര് അതിലും പായുമ്പോ അവരെ പിറകിലും മുമ്പിൽ ഓടലാ പണി. എന്തുകൊണ്ട്? അല്ലെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പ് വരണ്ടല്ലോ, ഒരു മന്ത്രിസഭയിൽ ഉൾപ്പെടുന്ന ആൾക്കാരുടെ കൂടെ തന്നെ നിൽക്കണം. ഓരോ കൂട്ടത്തിലുള്ള ആരെങ്കിലും എന്തെങ്കിലും ഒരു കേസ് ചെയ്താൽ ഓരോ പേരിൽ കേസും ഇല്ല, നടപടിയും ഇല്ല, ഒന്നുമില്ല. ഇതാണ് ഇപ്പത്തെ ഭരണം. എന്ത് ചെയ്യും? കുഴപ്പമായിട്ടുള്ളൊന്നും എഴുതണ്ട, ഒന്നും നോക്കണ്ട. നമ്മുടെ കുറ്റം നമ്മൾ തന്നെ എഴുതിയിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ നോക്കും. സ്ഥലത്തേക്ക് പോവാം. എന്റെ വണ്ടി ഏടെ ഓടണം ഞാൻ തീരുമാനിക്കും. ഞാൻ വണ്ടി അങ്ങനെ ഓടണേ, നീ വീട്ടിൽ ഓടിയാ മതി. എനിക്ക് മാത്രം കൊമ്പ് വിടാ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ചേട്ടാ, ഈ തെക്കേ തറവാകയില്ലേ, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന കിഴക്കേ ഭാഗത്തിലാണ്. അത് തിരിഞ്ഞു പോയ തെക്കേ തറവാക, അവിടത്തേക്ക് ഞാൻ ഒരു ഓട്ടം പോയതാണ് ഇതിന്റെ പ്രശ്നം. ഒരു ഓട്ടം പോയാൽ എന്തോ നിങ്ങളിപ്പോ ഇങ്ങനെ പ്രശ്നം? ഓനാടെ ഓട്ടം പോയ ഓനെ ഞാൻ കത്തിക്കും. എന്തിന്? എന്നാ കത്തിക്കട വഴക്കുണ്ടാക്കല. എന്താ ഇപ്പൊ മൂപ്പര് ഒരു ഓട്ടം പോയി നിങ്ങൾക്ക് പോയപ്പോ? ഏട്ടാ, തെക്കേ തറവാകത്ത് റോഡില്ല, ആടെ കുണ്ടാന്ന്. ആടെ ഒരു ദിവസം ഓട്ടം പോയി കഴിഞ്ഞാൽ വണ്ടി വർഷാപ്പിലാ. അപ്പൊ ഇവിടുത്തെ സ്റ്റാൻഡിൽ നമ്മൾ ഡ്രൈവർമാരിലൊരു തീരുമാനം എടുത്ത് ഇനി ആടെ ഓട്ടം പോകുന്നില്ല, ഇനി ആടെ റോഡ് റെഡിയാക്കിയിട്ട് ഓട്ടം പോകുന്നുള്ളൂ. അപ്പൊ ഈ പരിപാടി നടന്നുണ്ടോ? പരിപാടിക്ക് ഞാൻ എന്റെ പോലെ കൈമാണ്ടി ഇനി കൊണ്ടുത്തരുമോ? എന്ത് വർത്താനം പറഞ്ഞു കൊടുത്തു? ആരെ കയറ്റിയേ?
വണ്ടിയിൽ നീ ആരെ കയറ്റിയേ? ആരെ കയറ്റി നീ വണ്ടിയിൽ? പാർട്ടിക്കാർക്ക് ഒരു അത്യാവശ്യം വന്നാൽ പിന്നെ ഞാൻ കൊണ്ടുപോണ്ടേ? പാർട്ടിക്കാരെ എന്റെ പാർട്ടിക്കാരോട് പറഞ്ഞ റോഡ് നേരെ എന്നെ കൊണ്ട് പറയാൻ തോന്നിയാസം പറയാം. അതെ 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 വഴക്കും വെക്കാനൊന്നും ഉണ്ടാക്കണ്ട. വല്ലാണ്ട് തെക്കും തിരക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയും. എന്ത് കാണാൻ അതെ എന്നിട്ടേ സംഗതി ഇപ്പൊ സംഗതി മനസ്സിലായി കേട്ടോ. രണ്ടാൾക്കും കാര്യമൊക്കെ മനസ്സിലായില്ലേ? തർക്കം വേണ്ട. ഇതിലേക്ക് പോയി കേട്ടോ. തർക്കത്തിന് കണ്ട ഒരു പോയിന്റ് കൂടി ആ റോഡ് ആ നിരക്കായി കിടക്കുകയാണ്. അപ്പോ ഭരണപക്ഷം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു റോഡും കൂടിയാണ് അത് എന്നുള്ളത് ഒരു പോയിന്റ് ആയിട്ട് തെക്കത്തറ ഒന്ന് പോയിന്റ് ചെയ്തോളി. അല്ലടാ ഈ വേസ്റ്റ് ഒക്കെ ഇവിടുന്ന് മാറ്റാൻ വേണ്ടിട്ടേ ലോറി വരാ പറഞ്ഞിട്ട് എന്താ വരാത്ത? എടാ അവിടെ വഴി ബ്ലോക്ക് ആയി കിടക്കാണ്. എവിടെ ബ്ലോക്ക്? ചേട്ടൻ അറിഞ്ഞില്ലേ? രാവിലെ മുതലേ മറ്റേ പോലീസുകാര് ആ മറ്റേ സാധനം റിബണും കാലൊക്കെ അത് കെട്ടി വെച്ചിരിക്കാണ് അവിടെ. എന്തിന്? അവിടെ ഒരു മന്ത്രി വന്നിട്ടുണ്ട്, എനിക്കറിയോ. ഈ മന്ത്രി രാവിലെ തന്നെ വന്നെന്നും പറഞ്ഞിട്ട് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുക. നാണുണ്ടോ അയാൾക്ക്? നിങ്ങൾ എന്തിനാണ് ഈ മന്ത്രിമാരെ കുറ്റം പറയണേ? ഈ മന്ത്രി എന്ന് പറഞ്ഞ ആരാ? നമ്മുടെ കേരളത്തിന്റെ മന്ത്രിയാണ്. നമ്മൾ ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു മന്ത്രി. ആ മന്ത്രി പോകുമ്പോ അതിൻ്റെതായ ചിലതുണ്ട്. അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അവർക്ക് പോവാൻ ഒരു തടസ്സം ഇല്ലാണ്ട് പോണ്ടി വരും. അതൊക്കെ നിയമത്തിലുള്ളതല്ലേ? സാധാരണ ഒരാളല്ലല്ലോ പോണ്. ആരുടെ ആവശ്യത്തിനാണ് ഈ മന്ത്രി പോണ്? സാധാരണക്കാരന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പോണത്. അപ്പൊ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. ഈ പറയണ മന്ത്രി എന്നെ ഒരു ആവശ്യത്തിന് ഇത്തിരി നേരം വൈകി വന്ന ഇയാൾക്ക് എന്താ പറയാ? അയാൾ കണ്ട ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത എത്ര നേരം വൈകിട്ടാ വരുന്നത്. ഇത് പറയില്ലേ നീ? അതെ, ഈ 4 പണിക്കാരെ കൊണ്ടുവരാൻ പറഞ്ഞു. അവരവിടെ ഇന്നലെ ഞായറാഴ്ച ആയിരുന്നില്ലേ? രണ്ടെണ്ണം അടിച്ചിടക്കാണ്. അതന്നെ, അതാണ് കുഴപ്പം. ഞാൻ പിന്നെ വന്നുള്ളൂ. പിന്നെ എങ്ങനെയാ നാട് നേരാകുക? നാട്ടിലാർക്കും പണിയില്ല പറഞ്ഞിട്ട് കൊടിയും പിടിച്ച് നടക്കാൻ എല്ലാവരും. പണിയെടുക്കാൻ വിളിച്ചാലോ അന്നാരും വരൂല്ല. അതെ ഇതൊക്കെ നീ ഇങ്ങനെ കൂട്ടിയിട്ടത് ഇങ്ങനെ ഭംഗിയാക്കി വെക്കല്ലേ വേണ്ട. ഒന്നല്ലെങ്കിൽ ഇത് വെറുതെ പറഞ്ഞു വിടാനുള്ള വണ്ടി കൊണ്ടുവരാൻ നോക്ക്. ഇല്ല പണിക്കാരുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് നോക്ക്. ഉച്ചയാകുമ്പോഴേക്കും ഈ സാധനം അവിടെ എത്തിക്കാൻ നോക്ക്. ഉച്ചയാകുമ്പേ എന്താണ്? എടാ ഇത് കൊണ്ടുപോയിട്ട് അടുത്ത ലോഡ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടേ. വണ്ടി ബ്ലോക്ക് അല്ലേ? അതെ, അങ്ങനെയാണെങ്കിൽ ഈ പണിയണ്ട. ഈ പൊക്കോ ഇന്ന് പണിയണ്ട. ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു 200 രൂപ വരുമോ? എന്തിന്? ഒരു ക്വാർട്ടർ വാങ്ങിക്കാൻ. ഒയ്ക്കാടായിരുന്നു. ഓക്കെ, മമ്മൂട്ടി ട്രിപ്പ് ഉണ്ട് കേട്ടോ. ശരി, കാരണം കിട്ടാൻ വേണ്ടി ഇരിക്കണ. എന്താ? അതെ, ഈ വഴി അങ്ങോട്ട് പോണത് ബ്ലോക്കാണല്ലോ. അങ്ങനെ വഴി എന്താ ഇപ്പൊ തീരുവത്? നിങ്ങൾ ഇവിടുത്തെ ആൾക്കാരല്ലേ? ഇല്ല, നമ്മളേ ഒന്ന് അപ്പുറത്തോട്ട് പോകാമെന്ന്. അപ്പൊ അവിടെ ഗതാഗത തടസ്സം എഴുതി വെച്ചു. അതിപ്പോഴൊന്നല്ല, അതൊരു 10-15 കൊല്ലമായിട്ട് അങ്ങനെയാണ്. അവിടെ ആ ബോർഡ് മാത്രമേ ഉള്ളൂ. ബോർഡ് ഇടയ്ക്കിടയ്ക്ക് പെയിന്റ് അടിച്ച് ബ്ലോക്ക് ആണെന്ന് എഴുതി വെക്കും. റോഡ് അത്രേ ഉള്ളൂ ഇവിടെ. ഇവിടുന്ന് അങ്ങോട്ട് അപ്പുറത്തേക്ക് പോവില്ല. അത് അവിടെ ഇവിടുന്ന് അങ്ങോട്ട് ഒരു തോടുണ്ട്, ഒരു കൈത്തോടുണ്ട്. കനാലേ, അത് ഒരു വെള്ളപ്പൊക്കത്തിന് ഒലിച്ചാണ്ട് പോയതാ. അതിന്റെ ശേഷം റോഡ് വീതി കൂട്ടാൻ പറ്റിയിട്ടില്ല അവിടെ. ആ റോഡ് ഇങ്ങനെ തന്നെ കുറെ കാലമായി. MLA കാര്യക്ഷമമല്ല. ഞങ്ങളുടെ ഈ നിയോജകമണ്ഡലത്തിനൊരു ശാപണ്ടേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഏത് പാർട്ടിയുടെ MLA ആണ് ജയിക്കണമെങ്കിൽ അതിന്റെ എതിർ പാർട്ടി ആയിരിക്കും ഭരിക്കുന്നുണ്ടാവും. ഒരിക്കലും ഇന്ന് വരെ ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ MLA ഉണ്ടായിട്ടില്ല. അത് നമ്മുടെ ഒരു ശാപം. അത് എന്താന്ന് വെച്ചാൽ ഈ MLAക്ക് വികസനം നടക്കരുത്. അപ്പൊ അവര് പാരവൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ MLA പ്രതിപക്ഷത്തിന്റെ MLA ആണ്. പക്ഷെ നമ്മളൊക്കെ കരുതും ആ MLAക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ പാരവയ്ക്കുന്നല്ലേ? അല്ലേ? റോഡിന് കാശ് പാസ്സായിട്ടുണ്ട്, ഫണ്ട് പാസ്സായിട്ടുണ്ട്. എല്ലാത്തിനും സർക്കാർ അനുകൂലിയാണ്. എന്താ നടക്കാത്ത? ഇപ്പൊ MLA നിൽക്കണുണ്ടല്ലോ, അയാളുടെ വല്യച്ഛന്റെ തറവാട്ടിൽ നിന്നാണ് ഈ റോഡിന് സ്ഥലം കൊടുക്കേണ്ടത്. അത് കൊടുക്കുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെ സർക്കാരിന് കുറ്റം പറയാ? അപ്പൊ ഇവര് മാറണം. മാറിയിട്ട് കാര്യമില്ല. ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ ആൾ തോറ്റല്ലോ. അത് ഈ ഇപ്പോഴത്തെ MLAയുടെ അനിയനാ. ഏട്ടന്റെ അനിയനാണ്. 2 പാർട്ടി ഒരേ തറവാട്ടിലെ. കുളത്തുനിന്ന് പോയ വലയിലെ, അല്ലാണ്ട് കാര്യമില്ല. പാർട്ടി പ്രവർത്തകരൊക്കെ ഉണ്ട് കൊടി വെച്ച് അടികൊള്ളാനല്ലാണ്ട് ഒരു കാര്യമില്ല. പിന്നെ അവര് മരിക്കുമ്പോ അവരുടെ മക്കള്, പിന്നെ അവരുടെ മക്കള്. ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ തറവാട്ടിൽ നിന്ന് സ്ഥാനാർത്ഥി ഉള്ളൂ. പിന്നെ വോട്ട് ചെയ്യണ ഒരു ചുമതലേ ഉള്ളൂ മണ്ഡലത്തില്. ആൾക്കാർ. അപ്പൊ ശരിയെന്നാ. പിന്നെ ഈ വീട് പുതിയത് പണിയണോ? അതിപ്പോ എന്താ അറിയോ, പെട്ടെന്ന് നമ്മുടെ സർക്കാർ എന്തൊക്കെ പറഞ്ഞു നമ്മൾ ചെന്ന് ചോദിക്കുമ്പോ ഒരു ഖജനാവില് പൈസ ഇല്ല, ആകെ സർക്കാർ ഇപ്പൊ ഉഴപ്പോഴുന്ന് വെറുതെ പറയണേ. പാവങ്ങളുടെ എല്ലാ കാര്യവും ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ എല്ലാവർക്കും മറ്റേ പെൻഷൻ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളിതാ വീടിനെ അപ്ലൈ ചെയ്തു. ഉടനെ തന്നെ
5 ലക്ഷം റുപ്യ പാസ്സായി. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പൊ പണി നടക്കുന്നത്. അതും പോയിന്റ്. വിടലാണ്. അതാണ്. പിന്നെ ഈ തോടിന്റെ അപ്പുറത്തുള്ള വീടുകൾക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പൊ അധീനം നിങ്ങൾക്ക് വരാന്ന് വെച്ചാൽ ഇന്ന് വരാൻ പറ്റില്ല. അതെ. അന്ന് മന്ത്രി പോണ്ടിതേ. അപ്പൊ ആ സിഗ്നലിന്റെ അവിടെ നിന്ന് ബ്ലോക്ക് ചെയ്തിട്ടേക്കാ. ഇനി മന്ത്രി പോയാലേ റോഡ് തുറന്നു വിടും. ശരിയാണല്ലോ. അല്ല അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മന്ത്രിയാണ്, ആവശ്യ സമയത്ത് എത്തണ്ടേ. അതിന്റെ പ്രോട്ടോകോൾ നോക്കിയിട്ടൊക്കെ പോലീസ് തടുക്കൊക്കെ നിയമല്ലേ. ശരി കേട്ടാ. ശരി ശരി. ഒരു കാര്യം പറയട്ടെ, നമ്മളിപ്പോ ഈ കാര്യത്തിന് വേണ്ടിട്ട് ഇങ്ങനെ അലഞ്ഞ സകല ലോകമൊക്കെ ചുറ്റി പോണ്ട വഴിയൊന്നും ഇങ്ങനെ ആലോചിക്കാണ്. വഴി മുട്ടിയായിരുന്നു പറയാൻ വയ്ക്കല്ലേ. പിന്നെ നമുക്ക് ഈ ലോകമൊക്കെ വെയിലും കൊണ്ട് നടന്ന് ഇങ്ങനെ അന്വേഷിക്കണ നേരം കൊണ്ട് ഇതിപ്പോ കണ്ടില്ലേ പോയിന്റുകൾ എത്ര കിട്ടിപ്പോ ഇവിടുന്ന്. ഈ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിലേ ഇരു പാർട്ടികളും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതേപോലെ കുറെ പോയിന്റ് നമുക്ക് കിട്ടും. ഒരു വഴിയുണ്ട് സാറേ. ഇവിടെ തൊട്ടപ്പുറത്ത് എന്റെ ഒരു ചെറിയച്ഛനുണ്ട്. ചെറിയച്ഛൻ എന്ന് പറഞ്ഞാൽ ഭരണപക്ഷത്തിന്റെ വലിയ ആളാണ്. ചെറിയമ്മയാണെങ്കിലാ പ്രതിപക്ഷവുമാണ്. അതെ. രണ്ടുപേർക്കും നല്ല വിവരമുള്ളവരാണ്. നമുക്കൊന്ന് ഇതിലെ പോയപ്പോ കേറിയാന്ന് പറഞ്ഞിട്ട് അവിടെ കേറാം, കഥയും കേൾക്കാം, ഫുഡും കഴിക്കാം, ഒരു റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാം. +2 പഠനം പൂർത്തിയായി പ്രധാന പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന വിദ്യാർത്ഥികളാണ് +1 വിദ്യാർത്ഥികളെ മർദ്ദിച്ചത്. ഇൻസ്റ്റഗ്രാമിൽ 2 ഗ്രൂപ്പായി തിരിഞ്ഞ് ഏറെ നാളായി തുടരുന്ന തർക്കമാണ് അടിപിടിയിലെത്തിയത്. +1 വിദ്യാർത്ഥി ഇൻസ്റ്റഗ്രാം എന്തിനാ മാറ്റിയത്? ഞാൻ എപ്പോഴും കാണാറുണ്ട്. സീരിയസ് ആയിട്ട് ന്യൂസ് കണ്ടോണ്ടിരിക്കണതിന്റെ ഇടയിൽ പിന്നെ ചുവന്ന ചാനൽ വരുന്നത് എന്താണ്? എന്തെന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവര് പറഞ്ഞ എന്നെ തിരിച്ചും മറിച്ചും പറയണല്ലേ നിങ്ങൾ ഇവിടെ ഇരുന്ന് കേൾക്കണേ. കുറച്ചൊന്നും വിശ്രമിച്ചിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യാമല്ലോ, വിവരങ്ങളും അറിയാം. കുറെ നാളായി ഞാനിവിടെ വന്നിട്ടേ. അപ്പൊ ഒന്ന് കേറുമ്പോ അതിന്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ. മണ്ടോദരി, നിനക്ക് ജോലി ഉണ്ട്, പൈസ ഉണ്ട് എന്നുള്ള എന്റെ അഹങ്കാരാണ്. അത് നീ എന്നോട് എടുക്കണ്ട. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഉറങ്ങി എണീക്കുന്നതിന് മുമ്പ് നിന്റെ ഇവിടുന്ന് കാസർഗോട്ടേക്ക് വേണമെങ്കിൽ കിട്ടിക്കും. അതെനിക്കറിയാം. അങ്ങനത്തെ മൂരാഴ്ച സ്വഭാവം നിങ്ങളുടെ സർക്കാരിന്റെ എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞ എന്റെ പാർട്ടിയെ പറ്റിയിട്ട് സർക്കാരിനെ പറ്റിയിട്ട് ഒന്നും പറയരുതെന്ന്. എന്താണ് പറയണെന്ന് കേൾക്കല്ല. അത് നിനക്ക് തന്നെയാണ് ദോഷം. എന്ന് ഞാൻ പറയും. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുന്നതാ പണ്ടും ഇപ്പോഴും ഇനിയും എന്റെ സ്വഭാവം. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ മേടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ഇതുവരെ പറ്റിയിട്ടുണ്ടോ? കൃത്യസമയത്ത് കിട്ടുന്നുണ്ടോ? ഉണ്ടോ? പിന്നെ നിയമസഭ കൂടിയ സമയത്ത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് എന്താണ്? എന്താ പറഞ്ഞത്? അത് കേട്ടില്ലേ? പറഞ്ഞത് കേട്ടിട്ട് കാര്യമില്ലല്ലോ. പൈസ എവിടെ? കൊടുക്കും സാറേ. ഞാൻ പറഞ്ഞില്ലേ, നിയമസഭയുടെ മുമ്പിൽ പോയി നിന്നാലും ഇത്രയും മെറ്റീരിയൽ കിട്ടൂല.